ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അജീസ് ലിറ്റിൽ വേൾഡ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ട കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ്. ഇതാ ഞാൻ ഇത്രയും മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങി എടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് അതിൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും നമുക്ക്. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഞാനിതിൽ ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു ചെറിയ പീസ് കറുവപ്പട്ടയും തക്കോലം ഒരു ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തിരിക്കുന്ന 1 ടീസ്പൂൺ ഇഞ്ചിയും 1/4 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരുമ്പോൾ 3 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ കറിയിലേക്കുള്ള ഉപ്പ് ഞാനിപ്പോൾ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് കുക്കാവാനും ഇതിങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. സവാള ഒന്ന് കുക്കാവാനായിട്ട് കുറച്ച് സമയം പിടിക്കും. ബാക്കിയെല്ലാം ഈസിയായിട്ട് നടക്കും. പക്ഷേ ഇത് കുറച്ച് സമയം നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം. തക്കാളി വേണമെങ്കിൽ നമുക്ക് ജാറിൽ അടിച്ചൊഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ നുറുക്കിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ മസാലയും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. അതുവരെ നമുക്കൊന്നൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാടമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലയൊക്കെ നന്നായിട്ട് കാടമുട്ടയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കതൊന്ന് 2 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണം. നമ്മുടെ കാടമുട്ട റോസ്റ്റ് ഇവിടെ കുറുകി വളരെ ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂടെ കഴിക്കാൻ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണിത്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.